ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഒരുപാട് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുതായിട്ട് ഒരുവിധം പേർക്കൊന്നും അറിയാത്ത ഒരു ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ബേബി നൈലോൺ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഹെയർ ബാൻഡൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഞാനൊരു കളർ എടുത്തുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് ബണ്ണായിട്ട് മാത്രം യൂസ് ചെയ്യാനാണ് ഒരുവിധം പേർക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ വീതിയുള്ള ബേബി നൈലോൺ വാങ്ങാറില്ല, അതുപോലത്തെ ഒരു സംഭവം തന്നെ. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാവും. അപ്പോൾ തൽക്കാലം ഞാനൊരു കളർ എടുത്തിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തതെന്ന് മാത്രം. എന്നിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ചട്ട, അത് നമുക്ക് എന്തായാലും ആവശ്യമാണല്ലോ, അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് പാകത്തിനാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. ഒന്നെങ്കിൽ അവിടെ തുന്നി പിടിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് അവിടെ തുന്നിയെടുക്കുക. എന്നിട്ട് ആ തുന്നി എടുത്ത ഭാഗത്താണ് നമ്മൾ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അവിടെ കെട്ടിയിടുകയാണ്. കാരണം ഞാനിപ്പോൾ സൂചി നൂലും എൻ്റെ കയ്യിലില്ല എന്നല്ല, ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിവിടെ ഫ്ലവർ ഉണ്ടാക്കുന്നിടത്തേക്ക് കൊടുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ട് അപ്പോൾ നിങ്ങളത് കെട്ടിടണമെന്നില്ല. ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ഭാഗം കൂടെ ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് ആ തുന്നി കൊടുത്ത ഭാഗത്താണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുന്നിയ ഭാഗവും കാണില്ല. അത് ഫ്ലവർ വെച്ചിട്ട് മൂടിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് നമ്മൾ തുന്നിയെന്നുള്ളത് ഫ്ലവർ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാണില്ല. അപ്പം അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അവിടെ കെട്ടിട്ട കാരണമാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഫ്ലവർ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവർ തുന്നിയേ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കേ, അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഏത് ഫ്ലവറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തൽക്കാലം എനിക്ക് സെയിൽ ചെയ്യാനല്ല, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഇപ്പോൾ ഒരു ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ നൈലോൺ ബാൻഡ് എടുത്ത കാരണം അതിലേക്ക് യെല്ലോ ഫ്ലവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഫ്ലവർ അവിടെയും വെച്ച് നടുക്കലായിട്ട് ആ കുഞ്ഞു ഫ്ലവറും അറ്റാച്ച് ചെയ്തിട്ടുള്ള ബേബി നൈലോണാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 40-50 റുപ്യ റേറ്റിനൊക്കെ നമുക്ക് കടയിൽ കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബേബി നൈലോണിൻ്റെ മുകളിൽ ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുള്ള നൈലോൺ ബാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ തൽക്കാലം ഞാനൊരു 2 കളർ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ വേണമെങ്കിൽ ലാസ്റ്റിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ മുറിച്ചിട്ടാണ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നത്. 1/2 kg 1 kg അങ്ങനെ ആ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.